ഇപ്പോൾ ഞാൻ ഒഴിക്കുന്ന വളം ഇതാണ് കേട്ടോ. അപ്പോൾ ഇതൊന്ന് കുറച്ച് ഒഴിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ചെടികൾ നല്ല റോക്കറ്റ് പോലെ പൊങ്ങി വരുന്നത് കാണാം. ഹായ് ഫ്രണ്ട്സ്, ഞാൻ ദീപനപ്പൻ. വെൽക്കം ടു അവർ ചാനൽ. നോക്കിയാൽ കഴിഞ്ഞ ദിവസം നമ്മൾ വെച്ച തക്കാളിയൊക്കെയാണ്. നോക്കിയാൽ നല്ല ഭംഗിയായിട്ട് കിളുത്ത് വരുന്നുണ്ടോ. തക്കാളിയുണ്ട്, പച്ചമുളകുണ്ട്. അപ്പോൾ അതെല്ലാം നമ്മൾ വെച്ചിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ചോദിക്കുന്നൊരു കാര്യമാണ്, പച്ചമുളക് തക്കാളി എല്ലാം വെച്ച് കഴിഞ്ഞാൽ ആദ്യം എന്ത് വളം കൊടുക്കണം? കാരണം ചെറിയ പ്രായത്തിൽ പൂവും കായും ഒന്നും ആകത്തില്ല, പക്ഷേ പെട്ടെന്ന് അതൊന്ന് വളർന്ന് കിട്ടണം, നല്ല ഗ്രോത്തോടുകൂടി നല്ല പച്ചപ്പോടുകൂടി വളർന്ന് കിട്ടണം. അപ്പോൾ അതിനെന്താണ് ചെയ്യേണ്ടതെന്നാണ് എല്ലാവരും ചോദിക്കുന്നത്. അപ്പോൾ നമ്മുടെ വീട്ടിലുള്ള ഒരു സാധനം കൊണ്ട് മാത്രം നമുക്ക് നല്ല അടിപൊളിയായിട്ട് നല്ല പച്ചപ്പോടുകൂടി ചെടികൾ നല്ല ഭംഗിയായിട്ട് വളർത്തിയെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ അതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പ് പച്ചക്കറികളൊക്കെ ഇഷ്ടമാണെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ സംശയങ്ങൾ കമൻറ്റ് ചെയ്യാനും അതുപോലെ തന്നെ ഇത് നിങ്ങളുടെ കൂട്ടുകാർക്ക് എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്യാനും മറക്കണ്ട. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ഓക്കെ. അപ്പോൾ നമ്മൾ പച്ചക്കറികളെല്ലാം വെച്ച് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ചെടികൾ ഏതാണെങ്കിലും, ഇപ്പോൾ നിങ്ങൾ പൂച്ചെടികളാണെങ്കിലും എല്ലാം വെച്ച് കഴിഞ്ഞാൽ ആദ്യം ചെടി വളരാനുള്ള വളമാണ് കൊടുക്കേണ്ടത്. അപ്പോൾ വളരാനായിട്ട് നമുക്ക് നൈട്രജൻ കണ്ടൻറ്റ് കൂടുതലുള്ള വളങ്ങളാണ് കൊടുക്കേണ്ടത്. അപ്പോൾ അതിന് ശരിക്കും നമ്മുടെ ഗോമൂത്രമൊക്കെ ഉണ്ടെങ്കിൽ നല്ലതാണ്, നല്ല ഭംഗിയായിട്ട് ചെടികൾ വളർന്നു വരും. അപ്പോൾ അത് ഇപ്പോൾ എല്ലാ വീടുകളിലും ഒന്നും കാണണമെന്നില്ല. അപ്പോൾ നമ്മുടെ വീട്ടിലുള്ള ഈ ഒരു സംഭവമാണ് ഞാൻ ഉപയോഗിച്ച് കാണിക്കാൻ പോകുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് അത് ചെയ്യാൻ പോകുന്നത്. എനിക്ക് നമ്മുടെ തക്കാളി കഴിഞ്ഞ ദിവസം നമ്മൾ വെച്ച തക്കാളിയാണ്. അത് കരിയില ഉപയോഗിച്ച് വെച്ചതാണ്. ഇത് ഇവിടെ വരുമ്പോൾ ഇത് അടുത്ത തക്കാളി ഇതിനകത്ത് മൊട്ട് വരുന്നുണ്ടോ. അതുപോലെ തന്നെ നോക്കിയേ, അതുപോലെ തന്നെ ചെറിയ പ്രാണികളും വരുന്നുണ്ട്. അപ്പോൾ പ്രാണികൾ അതായത് ഈ കീടങ്ങളെ നശിപ്പിക്കാനായിട്ടുള്ള വീഡിയോ വേണമെങ്കിൽ ഒന്ന് പറഞ്ഞാൽ മതി, ഞാനത് ചെയ്യാം. ഇതിനകത്തൊക്കെ പൂ വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് നല്ല ഭംഗിയായിട്ടൊന്ന് വളർന്ന് വന്ന് നമുക്ക് ഒരു വളമിട്ട് കൊടുക്കാം. നോക്കിയത് ഇതിനകത്തെല്ലാം മുട്ടായിരിക്കുന്നുണ്ടോ. ഇതിനകത്ത് മുട്ടായിട്ടുണ്ട്, ഇതിനകത്ത് മുട്ടായിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം സെറ്റായിട്ടുണ്ട്. അതുപോലെ നമ്മുടെ പച്ചമുളക് കാണിച്ചു തരാം. പച്ചമുളക് നിൽക്കുന്നുണ്ടോ, നല്ല ഹെൽത്തി ആയിട്ട് നിൽക്കുന്നതാണ്. ഇത് നമ്മുടെ പോട്ടി മിക്സ് ആണ് കേട്ടോ. ഇത് നമ്മൾ ആ കഴിഞ്ഞ വീഡിയോ ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് ഒത്തിരി പേര് പോട്ടി മിക്സ് വാങ്ങിച്ചു, നല്ല അഭിപ്രായം പറയുന്നതാണ്. വേണമെന്നുണ്ടെങ്കിൽ ഞാൻ വെബ്സൈറ്റിൽ അഡ്രസ്സ് കൊടുത്തേക്കാം, നിങ്ങൾക്ക് പോട്ടി മിക്സ് വേണമെങ്കിൽ വാങ്ങിക്കാം കേട്ടോ. അപ്പോൾ ഇതിന് നമുക്കൊരു വളം ഇട്ട് കൊടുക്കാം. ഇപ്പോൾ ഞാൻ ഒഴിക്കുന്ന വളം ഇതാണ് കേട്ടോ. ഈ വളമാണ് നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നത്. സംഗതി അടിപൊളിയാണ്. അപ്പോൾ ഇതൊന്ന് കുറച്ച് ഒഴിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ചെടികൾ നല്ല റോക്കറ്റ് പോലെ പൊങ്ങി വരുന്നത് കാണാം. അപ്പോൾ ഇതെന്താണെന്ന് ഞാനിപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കേണ്ടതെന്ന് ഞാനിപ്പോൾ കാണിച്ചു തരാം. ഇത് നോക്കിയാൽ ഇത് ഞങ്ങളുടെ ഇവിടുത്തെ ശീമക്കൊന്ന ഇലയാണ് കേട്ടോ. ഞങ്ങളിവിടെ പത്തല എന്നൊക്കെ പറയാറുണ്ട്. നിങ്ങളുടെ നാട്ടിൽ എന്താണ് ഇത് പറയുന്നതെന്ന് ഒന്ന് പറഞ്ഞേക്കാം കേട്ടോ. ഇത് ശരിക്കും നമ്മുടെ വേലിപ്പത്തലായിട്ടൊക്കെ ഉണ്ടായിരുന്നതാണ്. മുമ്പ് എല്ലായിടും ഉണ്ടായിരുന്നു, പക്ഷേ ഇപ്പം വേലിപ്പത്തലൊന്നും ഇല്ല. ഇത് നോക്കിയാൽ ഞാൻ ഈ ശീമക്കൊന്നയാണ് എടുത്തിരിക്കുന്നത്. ശീമക്കൊന്നയുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഇതിന് അത്യാവശ്യം രോഗപ്രതിരോധ ശേഷി, അതായത് കീടങ്ങളെ തുരത്താനുള്ള ഒരു കഴിവുണ്ട്. അതുകൂടാതെ നല്ല രീതിയിൽ നൈട്രജൻ കണ്ടൻറ്റുള്ള ഒരു ചെടിയാണ് ഈ ശീമക്കൊന്ന ഇല. അപ്പോൾ ഇത് പണ്ട് കാലങ്ങളിൽ എല്ലാ സ്ഥലങ്ങളിലും ഉണ്ടായിരുന്നു. ഇപ്പം ഉണ്ടോ എന്ന് എനിക്കറിയില്ല. ഇപ്പോൾ ഞങ്ങളുടെ ഇവിടെ തന്നെ ആണെങ്കിലും ഒരു വേലിപ്പത്തലായിട്ട് അല്ലെങ്കിൽ അതിരിപ്പത്തലായിട്ട് നിന്നതാണ്. അതിനകത്തുനിന്നാണ് കളയാതെ ഞാൻ വെച്ചിരിക്കുന്നത് ഇതിന് വേണ്ടി. അപ്പോൾ ഇതെടുത്തു കഴിഞ്ഞാൽ നല്ല വളമാണ്. ഇതിൻ്റെ വളർച്ച പെട്ടെന്നാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. അപ്പോൾ ഇതാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇത് നമ്മളൊരു പാത്രത്തിലേക്ക് ഇടുക. വേണമെങ്കിൽ എല്ലാം മാത്രമായിട്ട് ഇടാം, അല്ലെങ്കിൽ ഇതിൻ്റെ തണ്ടൊക്കെ കളഞ്ഞിടാം കേട്ടോ. അപ്പോൾ അത്രയും മെനക്കേണ്ട കാര്യമില്ല. അപ്പോൾ ഇതിനകത്ത് ഇത് മുങ്ങി നിൽക്കത്തക്ക രീതിയിൽ വെള്ളം ഒഴിക്കുക. എന്നിട്ടൊരു 3-4 ദിവസം അത് വെച്ചതിന് ശേഷം നമുക്ക് എടുക്കാം. ഇപ്പോൾ ഇതുപോലെ നല്ല ബക്കറ്റൊന്നും എടുക്കണ്ട കേട്ടോ. ഞാൻ എടുത്തിരിക്കുന്നത് ഇതുപോലെ നമ്മുടെ പെയിൻറ്റ് ബക്കറ്റാണ്, പഴയ പെയിൻറ്റ് ബക്കറ്റാണ് എടുത്തിരിക്കുന്നത്. നോക്കി ഇതങ്ങനെ 4 ദിവസമായി ശീമക്കൊന്ന ഇലയുടെ ഈ സത്താണ് കേട്ടോ. അപ്പോൾ ഇത് നമുക്ക് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ ഇതിൻ്റെ കൂടെ ഒരു 5 ഇരട്ടി വെള്ളം കൂടെ ചേർത്ത് വേണം ഒഴിച്ചു കൊടുക്കാൻ. കാരണം ഇത് ചെറിയ ചെടികളാണ്. ഇപ്പോൾ വലിയ ചെടികൾക്കാണെങ്കിൽ നമുക്ക് ഇതിൻ്റെ ഇരട്ടിയും കൂടെ വെള്ളം ചേർത്ത് ഒഴിച്ചു കൊടുത്താൽ മതി. പക്ഷേ ചെറിയ ചെടികളാകുമ്പോൾ കൂടുതൽ നല്ല രീതിയിൽ അത് ഡൈല്യൂട്ട് ചെയ്ത് വേണം ഒഴിച്ചു കൊടുക്കാനായിട്ട്. അപ്പോൾ ഇതിനകത്ത് ഇതിൻ്റെ ഒരു 5 ഇരട്ടി, അതായത് ഈ ഒരു ബക്കറ്റ് നിറയെ വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് ഇത് എല്ലായിടവും ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഈ ശീമക്കൊന്ന ഇല്ലയെന്നുണ്ടെങ്കിൽ നമ്മുടെ വീട്ടിലുള്ള ഏത് പച്ച ഇലയാണെങ്കിലും നമുക്കിതിന് എടുക്കാൻ പറ്റും. അപ്പോൾ നമ്മുടെ വീട്ടിൽ എപ്പോഴും എന്തെങ്കിലുമൊക്കെ ആയിട്ട് പച്ച ഇലകൾ കാണും. അപ്പോൾ അതുകൊണ്ട് തന്നെ ശീമക്കൊന്ന ഇല്ലെങ്കിലും അതെടുക്കാം. പക്ഷേ ശീമക്കൊന്നയാണ് നല്ല എഫക്റ്റീവായിട്ടുള്ളത്. അപ്പോൾ അത് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഇത് നോക്കി, ഇത് നമ്മുടെ വീട്ടിലെ മെക്സിക്കൻ ഗ്രാസ് കട്ട് ചെയ്ത ആ വേസ്റ്റാണ്. അപ്പോൾ ഇതിനകത്ത് ഇതുപോലെ തന്നെ നമുക്ക് വെള്ളം ഒഴിച്ച് ഇത് ചെയ്തെടുക്കാം. അപ്പോൾ അത് ഞാൻ കാണിക്കാൻ വേണ്ടി എടുത്തതാണ്. അപ്പോൾ ഇതിനകത്ത് ബാക്കി നമുക്ക് വെള്ളം ഒഴിച്ചിട്ട് നമുക്കിത് ചെടികൾക്ക് ഒഴിച്ചു കൊടുക്കാം. പിന്നെ ഇതിൻ്റെ ഇല മിച്ചമുള്ള ഇല കളയണമെന്നില്ല. അത് ഇതിൻ്റെ കൂടെ തന്നെ ഈ ചെടിയുടെ ചുവട്ടിൽ നമുക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. അത് നല്ലതാണ്. നമ്മൾ സാധാരണഗതിയിൽ ചെടികൾക്ക് 2 രീതിയിൽ വളം കൊടുക്കാറുണ്ട്. ഒന്ന് ഡ്രൈ ആയിട്ട്, അതായത് ഖരരൂപത്തിലുള്ള വളവും, ഒന്ന് ദ്രവരൂപത്തിലുള്ള വളവും, വെള്ള രൂപത്തിലുള്ള വളവും കൊടുക്കാറുണ്ട്. ഈ വെള്ള രൂപത്തിലുള്ള വളം കൊടുക്കുമ്പോൾ പെട്ടെന്നാണ് വേര് ഇത് വെള്ളം വലിച്ചെടുക്കുന്നതും അതോടൊപ്പം വളം വലിച്ചെടുക്കുന്നതും പെട്ടെന്ന് ചെടികൾക്ക് എഫക്റ്റ് കിട്ടുകയും ചെയ്യും. അപ്പോൾ അതോടൊപ്പം തന്നെ നമ്മൾ ഖരരൂപത്തിലുള്ള വളവും കൊടുക്കണം. ഞാൻ ഖരരൂപത്തിലുള്ള വളം കൊടുക്കുന്നത് നമ്മുടെ ഈ ഒരു കൂട്ടുവളമാണ് കേട്ടോ. എനിക്ക് ഈ കൂട്ടുവളം കണ്ടോ, ഇതിനകത്ത് എല്ലുപൊടി, വേപ്പപ്പിണ്ണാക്ക്, ലെതർ മീൽ, അങ്ങനെ പൊട്ടാസ്യം, അങ്ങനെയുള്ള ഒത്തിരി
ഒത്തിരി കണ്ടൻറ്റുള്ള ഒരു കൂട്ടുവളമാണ്. അപ്പോൾ ഇതും ഞാൻ ഇതിൻ്റെ കൂടെ ഇട്ട് കൊടുക്കും. പക്ഷേ ഇത് കുറച്ച് താമസിച്ച്, അതായത് ഇത് കായാകുന്ന സമയത്തേക്കൊക്കെ ഇതിൻ്റെ ഒരു എഫക്റ്റ് കിട്ടത്തുള്ളൂ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇപ്പോഴേ അത് ഇട്ട് കൊടുത്താൽ മാത്രമേ നമുക്ക് നല്ല രീതിയിൽ പൂവും കായും ഒക്കെ ഉണ്ടാകത്തുള്ളൂ. അപ്പോൾ ഇത് ഒരു ചെറിയൊരു അളവ് നമ്മൾ ഇതും കൂടി ഇട്ട് കൊടുത്തിട്ട് നമ്മുടെ ഈ വെള്ളം ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ അത് ചെടിയുടെ ചുവട്ടിൽ നിന്ന് മാറി കുറച്ച് അകലത്തിലായിട്ട് നമുക്കിതിട്ട് കൊടുക്കാം. അപ്പോൾ ഇത് നമുക്ക് എല്ലാത്തിനും ഒന്ന് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതിൻ്റെ മറ്റ് കളകളൊക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം ഒന്ന് പറിച്ച് കളയാം കേട്ടോ. എന്നിട്ട് നമുക്ക് ഇതൊന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കാം. ഇളക്കി കൊടുക്കുമ്പോൾ തൊട്ടടുത്ത് പോയി ഇളക്കരുത്, ഇതിൻ്റെ വേരൊന്നും പൊട്ടാത്ത രീതിയിൽ വേണം ഒന്ന് ഇളക്കി കൊടുക്കാനായിട്ട്. അപ്പോൾ വളം എല്ലായിടവും എത്തും. ഇതുപോലൊരു ഗ്ലൗസ് ഉണ്ടെങ്കിൽ നല്ലതാണ് കേട്ടോ. അപ്പോൾ ഇതുള്ളതുകൊണ്ട് നമുക്ക് കൈകൊണ്ട് തന്നെ ഇളക്കാം, നമുക്കൊരു ഫീല് കിട്ടുകയും ചെയ്യും. അപ്പോൾ ഇത് വേണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ലിങ്ക് ഞാൻ മുകളിൽ കൊടുത്തേക്കാവേ. ഈ പച്ചില വെള്ളം നമുക്ക് ഇത് ഒഴിച്ചു കൊടുക്കാം. ഒരു മഗ് ഒഴിച്ചു കൊടുത്താൽ മതി. നമ്മൾ വെള്ളം ഒഴിക്കുമ്പോഴാണെങ്കിലും എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നിറയെ കുത്തിയൊന്നും ഒഴിക്കേണ്ട. ഒരു മഗ് വെള്ളം, അതിനാവശ്യത്തിനുള്ള വെള്ളം മാത്രം ഒഴിച്ചാൽ മതി, അല്ലാതെ നിറയെ വെള്ളമൊന്നും ഒഴിക്കേണ്ട. അപ്പോൾ നമ്മുടെ പച്ചമുളകിനൊക്കെ ഇത് നല്ലതാണ് കേട്ടോ. ഏത് പച്ചക്കറിക്കും ഇത് നല്ലതാണ്. നോക്കി ഇത് കണ്ടോ, ഈ ഒരു തക്കാളി ആകെ മുരടിച്ച് നിൽക്കുന്നുണ്ടോ. നമ്മുടെ ഇവിടെ മീലി ബഗിൻ്റെ ഒരു അറ്റാക്ക് വന്നിരിക്കുന്നതാണ്, അതുകൊണ്ടാണ് മുരണ്ട് വല്ലാതെ നിൽക്കുന്നത്. അപ്പോൾ ഈ തക്കാളിക്കുള്ള കീടനിയന്ത്രണം എങ്ങനെയാണ് വേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കതിൻ്റെ ഒരു വീഡിയോ ചെയ്യാം. കാരണം അത് തുടക്കത്തിൽ മുതൽ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വലിയൊരു അറ്റാക്ക് ഒഴിവാക്കാൻ പറ്റും. നല്ല ഭംഗിയായിട്ട് തക്കാളി റെഡിയാക്കി എടുക്കാനായിട്ട് പറ്റും. അപ്പോൾ ഇതെല്ലാം എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കുക. സീറോ കോസ്റ്റിൽ നമ്മുടെ വീട്ടിൽ തന്നെയുള്ള സാധനങ്ങൾ കൊണ്ട് കൃഷി ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നല്ല ഭംഗിയായിട്ട് തന്നെ നമുക്ക് കൃഷി ചെയ്യാനും പറ്റും. നമുക്ക് വളരെ ലാഭത്തിൽ പച്ചക്കറികൾ റെഡിയാക്കി എടുക്കാനും പറ്റും. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ചെയ്ത് നോക്കുക. അപ്പോൾ ഇത് നിങ്ങളുടെ കൂട്ടുകാർക്ക് എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്യാൻ മറക്കണ്ട. അപ്പോൾ വീണ്ടും നല്ലൊരു വീഡിയോയിലൂടെ അടുത്ത ദിവസം കാണാം. അപ്പോൾ നിങ്ങളുടെ സംശയങ്ങളെല്ലാം നിങ്ങൾ കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക. അടുത്ത വീഡിയോ വേണമെന്നുണ്ടെങ്കിൽ പറഞ്ഞാൽ മതി. അതുപോലെ തന്നെ ഇതിൻ്റെ പുറകിൽ നിൽക്കുന്ന കറിവേപ്പ് കണ്ടോ, അപ്പോൾ ഈ കറിവേപ്പിൻ്റെ വീഡിയോ വേണമെങ്കിലൊന്ന് പറഞ്ഞാൽ മതി കേട്ടോ, നമുക്ക് ചെയ്യാം. അപ്പോൾ തൽക്കാലം നിർത്താം. വീണ്ടും നല്ലൊരു വീഡിയോയിലൂടെ അടുത്ത ദിവസം കാണാം. അതുവരേക്കും ബൈ.